ഇന്ന് നമ്മൾ ഈ മാസത്തെ ഗിവ് അവേ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടോ. അതായത് ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. പിന്നെ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കുന്നത് പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ബീഫ് കൊണ്ടുവന്നാൽ പിന്നെ കുറച്ചധികം ഉണ്ടെങ്കിൽ ഞാൻ ഓരോ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കും കേട്ടോ. കുറേശ്ശെ നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ ബീഫ് കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇപ്പച്ചി മക്കളൊക്കെ ഉണ്ട് കിച്ചണിൽ. സവാള കട്ട് ചെയ്ത് തരുന്നുണ്ട് ബാബു. മഞ്ജുമോള് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ സമൂസ ഷീറ്റ് കൊണ്ട് പപ്സാണ് കേട്ടോ പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള എഗ്ഗൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബീഫ് മൺചട്ടിക്ക് ഇട്ട് കൊടുത്ത് അതിക്കിടാനുള്ള മസാലപ്പൊടികളും സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേഗം പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുക. എല്ലാവരും ഉണ്ടാകുമ്പോഴേ സമയം പോണതേ അറിയില്ല. പിന്നെ ഓരോരുത്തർ ഓരോരോ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ജോലികൾ തീരും ചെയ്യും. അങ്ങനെ ഞാൻ പത്തിരിക്ക് പൊടി വാട്ടാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ തിളച്ചപ്പോൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജ്യൂസിന് പകരം ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ ചിഞ്ചുമോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലൊക്കെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് പാലും വെള്ളം ഒഴിച്ചിട്ട് ഇപ്പച്ചിനെ ഇളക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ വേണം പറഞ്ഞ് കസ്റ്റാർഡ് പൗഡറൊക്കെ ഒരു ബൗളൊക്കെ ഇട്ട് കൊടുത്ത് പാലിൽ മിക്സ് ആക്കിയാണ്ട് അതിൽ ഒഴിച്ചു കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ ചിഞ്ചുമോളാണ് ഇന്നത്തെ ഡ്രിങ്ക് റെഡിയാക്കുന്നത്. അങ്ങനെ അത് അതിൽ ഒഴിച്ചു കൊടുത്തൊക്കെ ചെയ്തു. അപ്പോൾ പാലിൽ കുറച്ച് വെള്ളം കൂടിയിരിക്കണത് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പച്ചി ഇങ്ങനെ പറയുന്നുണ്ട് പാല് വെള്ളം കുറച്ച് കൂടുതലാണ്. അപ്പോൾ മഞ്ജുമോൾ പോയിട്ട് കുറച്ച് പാൽപ്പൊടി എടുത്തിട്ട് കലക്കിയിട്ട് അങ്ങനെ പാൽപ്പൊടിയൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാനിതാ പത്തിരിൻ്റെ പൊടി വാട്ടീനല്ലോ അത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രിങ്കും ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അതിക്ക് പിസ്തയൊക്കെ ഒരു 2 ഡ്രോപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പത്തിരിമാവ് കുഴക്കണുണ്ടാണ്ട് ബാബു പറഞ്ഞാൽ ഞാൻ കുഴച്ച് തരാമെന്ന് പറഞ്ഞാണ്ട് അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കുഴക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പപ്സക്കുള്ള ഫില്ലിങ് റെഡി ആക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ പുറത്തടുപ്പത്ത് ബീഫ് കറി വെച്ചിന്. ബീഫ് കറി വെന്തിട്ടൊന്നുമില്ല. അത് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് വേഗം സവാളയൊക്കെ ഇതിൽ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിക്ക് വേറെ ഒന്നും ഇട്ട് കൊടുക്കണില്ല. വെളിച്ചെണ്ണയിൽ പച്ചമുളക് മൂപ്പിച്ചിട്ട് സവാള ഇട്ടാണ്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിഞ്ചുമോള ഡ്രിങ്കും ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പാലൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആപ്പിൾ കട്ട് ചെയ്തതും അതേപോലെ തന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിനും അതും അതേപോലെ തന്നെ അനാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പപ്സക്കുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് അതും അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചു. പിന്നെ ഞാൻ പത്തിരി പരത്തണമുണ്ട് ചൂടണമുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ നമ്മളെ പപ്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റ് ഇതേപോലെ 2 എണ്ണം വെച്ച് കൊടുത്താണ്ട് സവാളൻ്റെ ഫില്ലിങ്ങും വെച്ച് കൊടുത്തു. ഒരു മുട്ട പുഴുങ്ങിയതിൻ്റെ ഒരു കഷ്ണം വെച്ച് കൊടുത്താണ്ട് അതേപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് കൂടെയൊക്കെ മൈദ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. പത്തിരി ചുട്ടത് കഴിഞ്ഞു. പിന്നെ കറി റെഡിയാക്കാണ്ടായിരുന്നു. കറിക്ക് തേങ്ങയൊക്കെ വറുത്തരച്ച് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ട് സമയം. അപ്പോൾ നമ്മളെ ഡ്രിങ്ക് അടിപൊളിയാണ് കേട്ടോ. ഹെൽത്തി ഡ്രിങ്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്.